ഇന്ന് എൻ്റെ പുതിയ മോഡൽ ഗ്യാസ് ലൈറ്റർ ഓപ്പൺ ചെയ്യണ ദിവസവും കൂടിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയപ്പോൾ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്, അരിയും മുളകും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു ചാക്കിനകത്ത് നിറച്ച് കപ്പ ഉണക്കി വാട്ടിയത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പ വാട്ടിയത്. അപ്പോൾ അതൊന്ന് 1/2 കിലോ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ 1/2 കിലോ മേടിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് സ്നാക്സായിട്ട് അതാണ് കേട്ടോ വറുത്തത്. അത് നല്ലോണം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി ഒരു കളറ് മാറുമ്പോഴാണ് ഉപ്പ് വെള്ളം തളിച്ച് പതുക്കെ ഒന്ന് തളിച്ച് ഇതെടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഉപ്പ് പിടിച്ചു കേട്ടോ. അങ്ങനെയാണ് അതുണ്ടാക്കിയത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി തൂക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ വറുത്തതിൻ്റെ ബാലൻസ് വന്ന കപ്പ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ആ കപ്പ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് രാവിലെ കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചു. അപ്പോൾ നല്ലപോലെ വെന്തും കിട്ടിയിട്ടോ, വേവുണ്ടായിരുന്നു ഉണക്കക്കപ്പയാണെങ്കിലും. എന്നിട്ട് പിന്നെ ഉള്ളിമുളകും ചതച്ചിട്ട് കടുക് വറുത്തിട്ടിട്ട് തേങ്ങയും ജീരകവും 2-3 പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തോരൻ പോലെ ഉണ്ടാക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണിനോ ഒക്കെ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കപ്പ ഇതേപോലെ കുതിർത്തിയിട്ട് മീൻ കറിയിലൊക്കെ ഇട്ട് വയ്ക്കാം. ഉണക്കമീനോ പച്ചമീനോ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മഞ്ഞപ്പൊടി ഇടുന്നത് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കപ്പയ്ക്ക് നല്ല ഭംഗി വന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണക്കക്കപ്പ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് തരത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ.